നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ദൃശ്യ ഞങ്ങൾക്കൊരു കാറ്ററിംഗ് കൂടി ഉണ്ട് കേട്ടോ. ദൃശ്യ അഡ്വർടൈസിങ് കമ്പനി, അതുപോലെ തന്നെ ഒരു കാറ്ററിംഗ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പാചകം ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനം കാണിച്ചു തരാം. കടലപ്പരിപ്പിൽ നമ്മൾ ഒരു പായസം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ കടലപ്പരിപ്പ് കുക്കറിൽ 2 വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിത് സാഗു അരി, നിങ്ങളെന്താ പറയുകയെന്ന് അറിയില്ല, ഇവിടെ സാഗു അരി എന്ന് പറയും. അവിടെ എറണാകുളത്തെന്തോ വേറൊരു പേരാണ് ഇതിന് ഞാൻ കേട്ടത് കേട്ടോ. ഇത് 1 കിലോ കടലപ്പരിപ്പും 1/2 കിലോ സാഗു അരി. അപ്പോൾ ഈ സാഗു അരി ജസ്റ്റ് ഒന്ന് വേവിക്കണം, പൊതിർത്തി വെക്കണം കുറച്ച് സമയം. കടലപ്പരിപ്പ് നേരത്തെ പൊതിർത്തി വെക്കണം തലേ ദിവസം. ഇത് ഒരു 2-3 മണിക്കൂർ പൊതിർത്തി വെച്ചാൽ മതി. ഇത് വെല്ലം ചിലർ ശർക്കര എന്ന് പറയും, വെല്ലം കേട്ടോ. വെല്ലം അതുപോലെ തന്നെ 2 കിലോ വെല്ലം വേണം. അപ്പോൾ നമുക്കൊരു 150 ആൾക്കുള്ള പായസം ആവും. ഇതിൽ 2 കിലോ വെല്ലം ഉരുക്കിയെടുത്താണ്. ഇത് നല്ലോണം വെന്തിട്ട് ഈ കളർ പോയിട്ട് ഒരു നല്ലൊരു ഗ്ലാസ് കളർ വരും. അതാ ഇടയ്ക്കിടയ്ക്ക് കണ്ട ഒരു ഗ്ലാസ് കളർ വന്നിട്ട് ആ ഗ്ലാസ് കളർ വരുന്ന വരെ ഇത് വേവിക്കണം. എന്നിട്ട് ഇതിൽ ശർക്കര വയ്ക്കണം കേട്ടോ. പരിപ്പും ശർക്കരയും ഒന്ന് ചോദിച്ചാൽ പിന്നെ പാല് വേറെ എടുത്ത് വെക്കണം, തേങ്ങാപ്പാൽ. അപ്പം ഞാൻ വെറും ഒരു ബ്ലോഗർ മാത്രമല്ല, വല വീശും, ഫുഡ് ഉണ്ടാക്കും, അഡ്വർടൈസിങ് കമ്പനി ബോർഡിൻ്റെ വർക്ക് ചെയ്യും. അപ്പം എല്ലാം ചെയ്യും ഞാൻ. ഇതൊക്കെയാണ് വീശുവലകൾ. വീശാൻ പോവും. ഒരു എക്സസൈസും കൂടിയാണ്. പിന്നെ കറിക്ക് മീനുണ്ടാവും. ഇത് മാത്രം ഇട്ടാൽ, സാഗു അരി മാത്രം ഇട്ടാൽ പോരാ, അതിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇതിപ്പോൾ ആ വേവ് വന്നിട്ടുണ്ട്. നമുക്ക് കടലപ്പരിപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുക്കറിൽ 2 വേവ് വേവിച്ചാണ്, 2 വിസിലടുപ്പിച്ചാണ്. എന്നിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പരിപ്പ് നല്ലോണം വെന്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല വെന്ത് കലങ്ങുന്നവരെ വേവിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. ഇപ്പം നമുക്ക് ശർക്കര വയ്ക്കാം. അത് അരിച്ച് വയ്ക്കണം കേട്ടോ. ശർക്കര അരിച്ചിട്ടായിരിക്കണം വയ്ക്കേണ്ടത്. ഇതിൽ വലിയ കച്ചരകളെല്ലാം ഉണ്ടാവും. ഇതിൽ വെള്ളം നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ശർക്കര നല്ലോണം കാഞ്ഞ് വെന്താൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൽ പാലൊഴിക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെയല്ല ഈ പായസം ഉണ്ടാക്കുന്നത്. ചിലവർ ചില രീതിയിലാണ് കേട്ടോ. ചിലവർ പറയുമ്പോൾ ഇത്രയും വെള്ളം എന്തിനാണ് ഒഴിച്ചതെന്ന്. പക്ഷേ ഇത്രയും വെള്ളം വേണം, ഇത് പറ്റും. കാരണം ഇത് കുറച്ച് കൂടുതലുണ്ടാക്കുകയാണ്. ഇല്ലെങ്കിൽ 2-ാം പാല് 1-ാം പാല് അങ്ങനെയൊക്കെ ചിലവർ ചെയ്യും. നമുക്കങ്ങനെ പറ്റൂല. നമ്മത് കാറ്ററിംഗ് സർവീസാണ്. ഒന്ന് ഇളക്കിക്കൊണ്ടേ വേണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞാൽ മണം വരും. അപ്പോൾ അതിനാണ് ഇത്രയും വെള്ളം ഒഴിക്കുന്നത്. ഈ വെള്ളം പറ്റും, നല്ലോണം തിളക്കുന്നുണ്ട്. ഇപ്പോൾ സാഗു എല്ലാം മിക്സായി കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഓരോന്ന് വെളുത്തത് കാണുന്നില്ലേ? അതെന്താണെന്ന് വെച്ചാൽ ചിലത് ഈ വിളയാത്തൊരു സാധനം ഉണ്ടാവില്ലേ, ഒരു ചാളിയായിട്ടല്ല, അതാണ്. അതാണ് ആ വെള്ളം. അതും ചിലപ്പോൾ അതും നന്നാവും. അത് പാത്രത്തിലൊക്കെ ചൂട് കൂട്ടി വെക്കുമ്പോൾ അതൊക്കെ ഗ്ലാസ് പോലെ ടൈപ്പ് വരും. ഇനി ഇതിൽ പാല്, മിൽക്ക് മെയ്ഡ് ചേർക്കാനുണ്ട്. 2-ാം പാല കേട്ടോ. രണ്ടാം പാല് കണ്ട. ഇപ്പോൾ സാഗു കണ്ട, അതെല്ലാം മിക്സായില്ലേ, വെളുത്ത കളർ കാണാനില്ല. ഇത് 1-ാം പാല്. ഇത് പാൽപ്പൊടി മിക്സ് ചെയ്തത് കേട്ടോ. 1-ാം പാല് ചേർക്കാം. ഇത് പാൽപ്പൊടി.
അതിനകത്ത് ഒരു ടേസ്റ്റാണ്, പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഒരു മിൽക്ക് മെയ്ഡും കൂടി ഇതിൽ മിക്സ് ചെയ്യണം. മിട്ടാമിട്ട് 1 or 2 ചേർക്കുന്നതിന് കുഴപ്പമില്ല. എല്ലാം മിക്സായി പായസം, പരിപ്പ് പായസം റെഡിയാണ്. അപ്പോൾ പായസം റെഡിയായി. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് കഴിച്ചു നോക്കാം. അതാ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് പായസം, നല്ല കട്ടി പായസമാണ്. അതാ അപ്പോൾ ഓക്കെ, പായസം കുടിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്വന്തം മുബാറക്.